അനുനിമിഷം മാറുന്ന ലോകക്രമത്തിൽ ലോകമെങ്ങും ഒരു യുദ്ധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ വരുന്നത് അമേരിക്കയുടെ 2 ആണവ അന്തർവാഹിനികൾ റഷ്യൻ തീരത്ത് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഒരു ഉത്തരവ് നൽകിയിരുന്നു ഈ ആണവ അന്തർവാഹിനികൾക്ക് മൂവ് ചെയ്യാനായിട്ട്. പക്ഷേ അതിൻ്റെ ഒരു മറുപടിയുമായി റഷ്യ എത്തിയിരിക്കുന്നു. റഷ്യൻ മുൻ പ്രസിഡന്റും അവരുടെ സുരക്ഷാ കൗൺസിലിന്റെ ഉപ ചെയർമാനുമായ ദിമിത്രി ദേവദേവ് പറയുന്നത്, വിരട്ടാൻ തങ്ങൾ ഇസ്രയേലും ഇറാനുമല്ല. ഈ 2 അന്തർവാഹിനികൾ നേരത്തെ മുതൽ തന്നെ അവരുടെ സ്വാധീനത്തിലുള്ള പ്രദേശത്ത് ഉണ്ടായിരുന്നതാണ്. തങ്ങളതിനെ വീക്ഷിച്ച് വരികയാണ് വളരെ കാലമായിട്ട്. അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ആണവ അന്തർവാഹിനികൾ റഷ്യയ്ക്കുണ്ട്. സോവിയറ്റ് യൂണിയന്റെ കാലത്തേതുപോലെ തന്നെ ആണവ ശക്തിയാണ് റഷ്യ ഇപ്പോഴും എന്ന കാര്യം അമേരിക്ക മറക്കരുത് എന്നുകൂടി ഈ മുൻ പ്രസിഡന്റ് ദിമിത്രി പറയുന്നു. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ട്രംപ് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്, ആ ചാനൽ വഴി ദിവസവും പ്രസ്താവനകൾ നടക്കുകയാണ്. ഒരുപക്ഷെ ഈ പ്രസ്താവന കേട്ട് അമേരിക്കയിലുള്ള സൈനികർ പോലും ചിരിക്കുന്നുണ്ടാകും എന്നാണ് റഷ്യ പറയുന്നത്. ഏതായാലും നാറ്റോ സഖ്യത്തിന് മേധാവി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് US-ഉം റഷ്യയും തമ്മിൽ നേരിട്ടൊരു ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കണം എന്ന് തന്നെയാണ്. ഏതായാലും ട്രംപിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു അഭ്യാസമായിട്ട് വേണം ഇതിനെ കരുതാൻ. കാരണം നേരത്തെ മുതൽ തന്നെ ഈ അന്തർവാഹിനികൾ അവിടെ ഉണ്ടായിരുന്നതാണ് എന്ന് റഷ്യ പറയുമ്പോൾ അങ്ങനെയല്ല, താൻ ഓർഡർ കൊടുത്തിട്ടാണ് ഈ അന്തർവാഹിനികൾ നീങ്ങുന്നത്. ഒപ്പം തന്നെ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, അപ്രതീക്ഷിത നീക്കത്തിനായി കാത്തിരിക്കൂ എന്നുകൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ട്രംപിന്റെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഒരു സെഗ്മെന്റ് തുടങ്ങേണ്ട സാഹചര്യത്തിലേക്ക് ലോകമാധ്യമങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.